നമ്മൾ 1 കൊരിന്ത്യർ 15:19 വാക്യം എടുത്ത് വായിച്ചത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഈ ആയുസ്സിൽ നമുക്കൊരായുസുണ്ട്. ഈ ആയുസ് എന്ന് പറയണത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ആയുസ്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള പ്രതീക്ഷ, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആരില്ല? ക്രിസ്തുവിലാണ്. ഇന്ന് പലർക്കും ക്രിസ്തുവിൽ പ്രതീക്ഷ വയ്ക്കാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ, ഇതിനകത്ത് പ്രതീക്ഷ വെച്ചവർ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ പ്രതീക്ഷ, എനിക്ക് പ്രതീക്ഷ ഉണ്ട്, യേശുവിലൊരു പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഉള്ളവർ കരം അടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിനക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇവിടെ മരിച്ചാലും സ്വർഗത്തിൽ ജീവിക്കുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഞാൻ നീങ്ങിയാലും, ഈ ഭൂമിയിൽ നിന്ന് നീങ്ങി മാറിയാലും എനിക്കൊരു ജീവിതം യേശുവിൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ ഒരു താമസമുണ്ട്, എനിക്കൊരു വാസമുണ്ട്, ഒരു പ്രതീക്ഷ ഇന്ന് നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രതീക്ഷയുള്ളൂ. യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പ്രതീക്ഷയില്ല. അവർ പറയും, ഞങ്ങൾ തിന്നുന്നു, കുടിക്കുന്നു, ജീവിക്കുന്നു, നാളത്തെ നോക്കേണ്ട കാര്യമില്ല, മറ്റൊന്ന് നോക്കേണ്ട കാര്യമില്ല, അടിച്ച് പൊളിക്കുക ജീവിതം. റോട്ടിൽ കിടന്ന് അടിച്ച് പൊളിക്കുക, വീട്ടിൽ കിടന്ന് അടിച്ച് പൊളിക്കുക, നാട്ടിൽ കിടന്ന് അടിച്ച് പൊളിക്കുക. അവർക്ക് പ്രതീക്ഷയില്ല. കാര്യം അവർ മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ രീതിയിൽ തിന്നും കുടിച്ച് ഇന്നാൽ ആ രീതിയിലുള്ള പ്രതീക്ഷ, ഇതെല്ലാം ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ്. ഇല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഇത് നിനക്ക് യേശുവിൽ വിശ്വസിക്കാൻ പറ്റുമോ? യേശുവിൽ നീ കൂടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാനിവിടെ ജീവിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറമായ ഒരു ജീവിതം എനിക്കുണ്ട്. അത് യേശുവിൻ്റെ കൂടെ ഒരു താമസമുള്ള കാര്യം, അത് നമ്മൾക്കൊന്നൊരു ഓർമ്മ വേണം. ഈ ആയുസ്സിൽ നമ്മുടെ ആയുസ് ഒരിക്കലും ഹല്ലേലൂയ, ഒരിക്കൽ ആയുസ്സിനെ നമ്മൾ ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ കയറണം. പ്രതീക്ഷ വയ്ക്കാതെ നമ്മൾ കയറി കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമായിരിക്കും. ഇന്ന് നഷ്ടമായിരിക്കും. നിനക്ക് നഷ്ടം വരാതിരിക്കുവാൻ നിനക്ക് പ്രതീക്ഷ വയ്ക്കാം. യേശുവിനെ സ്വീകരിച്ചവർ, യേശുവിലായിരിക്കുന്നവർ, യേശുവിനെ വിശ്വസിക്കുന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് യേശുവിലാകുന്നൊരു വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതം യേശുവിൻ്റെ കൂടെയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ജീവിക്കുന്നത് യേശുവിൻ്റെ കൂടെയാണ്. ഇല്ലാത്തവർ കയറിക്കൊള്ളണം. ഈ വചനം കേൾക്കുമ്പോൾ കയറിക്കൊള്ളണം. യേശുവിൻ്റെ കൂടെ ഒന്ന് കയറിക്കൊള്ളണം. എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് എത്ര കഷ്ടത വന്നാലും, എത്ര പ്രയാസം വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, മരണങ്ങൾ മുഖാമുഖം കണ്ടാലും ആത്മഹത്യ ചെയ്യാതെയും തകർന്ന പ്രശ്നം വന്നിട്ട് പോലും ഓടിക്കളയാതെ പിടിച്ചു നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടൊന്ന് കാല് വയ്ക്കുക. അടുത്ത സ്റ്റെപ്പിലോട്ട് ഇങ്ങനെ പറയുന്നു, ഒരു ഇടത്തെ കാലിൽ നിന്ന് വലത്തെ കാല് വയ്ക്കത്തക്കവണ്ണം, ഇടത്തെ കാലിൽ നിന്നുകൊണ്ട് വലത്തെ കാല് വയ്ക്കത്തക്കവണ്ണം എൻ്റെ ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. കയറി വരും, നിന്നെ കയറ്റും. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ വിളിച്ചു പറയുന്നു, ഇന്ന് പരിശുദ്ധ ഒരു ദൂത് വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ കയറ്റും. ദൈവം നിന്നെ കയറ്റാൻ പോകുക. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കരം പിടിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ശക്തിയല്ല, ലോകത്തെ ജയിച്ചവൻ സർവശക്തനാണ്. നീ നശിച്ചു പോകത്തില്ല. നീ നശിച്ചു പോകത്തില്ല. ഇത് പറയുമ്പോ ഒരു തീ പോലെ ആത്മമണ്ഡലത്തിൽ വന്ന് വീഴുക. ഒരു സ്വർഗത്തിന്റെ തീ.
ശന്തല ബൗഡവ രാജപദീന വൈഡത്താരവ രാജപദീന വൈഷവ രാജപദീന രഗനേ. ഓ, നീ ഓരോ കഷ്ടത സഹിക്കുന്നത് ആമേ, ഓരോ കഷ്ടത സഹിക്കുന്നത് എന്തിനെന്ന് കേട്ടു കഴിഞ്ഞാൽ പുറത്തു വരുവാനാ. യേശു ഒരു അടി കൊണ്ടതും നീ പുറത്തു വരാനാ, നീ പുറത്തു വരുവാനാ കല്ലറയ്ക്കകത്ത് പോയത്. ഇതിന്റെ മുകളിലോട്ട് വായിക്കുമ്പോ യേശുവിനെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. എന്തിനാ കല്ലറയ്ക്കകത്ത് കൊണ്ടുവയ്ക്കണത്? യേശു പുറത്തു വരാതിരിക്കുവാനാ. ആമേ, വാതിലിട്ട് പൂട്ടുന്ന എന്തിനാ? പുറത്തു വരാനാ, പുറത്തു വരാതിരിക്കുവാനാ. ജയിലിൽ കൊണ്ട് അടയ്ക്കുന്ന എന്തിനാ? പുറത്തു വരാതിരിക്കുവാനാ. ഏതെങ്കിലും ഗുഹയ്ക്കകത്തോണ്ട് അടയ്ക്കുന്ന എന്തിനാ? പുറത്തു വരാതിരിക്കുവാനാ. പക്ഷെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ള നിനക്കും എനിക്കും പറയും, നീ ഏത് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട് അടച്ചാലും, ഏത് ഇരുട്ടുള്ളിടത്ത് അടച്ചാലും, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ. ഓ ബാബാ, ആ ദൂത് മനസ്സിലാവുന്നവർ കൈ പിടിച്ചെടുത്തോ, പിടിച്ചട്. ആ ദൂത് മനസ്സിലാവുന്ന പറ, ഇന്നല്ലെങ്കിൽ നാളെ. അടച്ചവരെ സമയം തെറ്റി, അടച്ചവർക്ക് തെറ്റിപ്പോയി. ഓ, അങ്ങനെ അടഞ്ഞുപോയ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം തുറക്കാൻ പോവുകയാണ്. അടഞ്ഞുപോയി, കാരാഗ്രഹത്തിൽ അടഞ്ഞുപോയ നിങ്ങളുടെ ജീവിതങ്ങളെ പിടിച്ചെടു മോനെ, പിടിച്ചെട്. എനിക്കൊന്ന് പുറത്തു വരണം. ഈ പ്രതികൂലങ്ങളെ തകർത്ത്. ഓ ആത്മാവിനെ തീയിറങ്ങ, തീയിറങ്ങ, തീയിറങ്ങ. പ്രാപിക്കേ, പ്രാപിക്കേ. സഭമേ തീയിറങ്ങ, തീയിറങ്ങ. ഓ നീ സഹിച്ചത്, കരഞ്ഞത്, ഉപവസിച്ചതിന്റെ മറുപടി, നീ കരഞ്ഞതിന്റെ, ഉപവസിച്ചതിന്റെ, നിലവിളിച്ചതിന്റെ മറുപടി ദൈവ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. യെസ്, ദൈവം തുറക്കാൻ പോവാ. നിന്നെല്ലാവരും വിട്ടിട്ട് പോയി, നിന്നെല്ലാവരും ഉപേക്ഷിച്ചു പോയി, എല്ലാവരും ഉപേക്ഷിച്ചു പോയി. പക്ഷെ യേശു മാത്രം ഉപേക്ഷിച്ചില്ല. ആത്മാ പറയുന്നു, ആമേ, അടഞ്ഞതല്ല നിന്നെ വാതിൽ, അടഞ്ഞതല്ല ദൈവം അടച്ചതാ. ഓ, അടഞ്ഞതല്ല, അടച്ചതാ. പിടിച്ചടക്കാൻ ആർക്കും പറ്റത്തില്ല. നിന്നെ ഒതുക്കുവാൻ ഈ ലോകത്തിന്റെ ഒരു പ്രപഞ്ചത്തിന് കഴിയത്തില്ല. ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം ചോദിച്ചു, എന്തുകൊണ്ട്? നീ യേശുവിന്റെ മോനാ, നീ യേശുവിന്റെ മോളാ. പറ, ഓ ഞാൻ യേശുവിന്റെ മോനാണ്, യേശുവിന്റെ മകളാണ്. ആ പദവി നിന്റെ തലയിൽ കിടക്കുന്നോളം അത് വരച്ചിട്ടിരിക്കുക. യേശുവിന്റെ രക്തം നിന്റെ തലയില് സീലടിച്ചു വെച്ചിരിക്കുക. യേശുവിന്റെ രക്തം ആ സീലുള്ളവരെ ഒരു ശക്തികൾക്കും, ഒരു പ്രപഞ്ചത്തിലെ ഒരു ദുഷ്ട ശക്തികൾക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന് ആത്മാവ് ദൈവസഭയോട് ദൂത് വിളിച്ചു പറയുന്നു. നിന്നെ ഒരു ശക്തികൾക്കോ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ആർക്ക് വേണ്ടിയാ യേശു മരിച്ചത്? യേശുവിന് വേണ്ടിയല്ല. അത് മനസ്സിലാക്കണം. ദൈവസഭ ഇന്ന് മനസ്സിലാക്കണം. ക്രിസ്തു മരിച്ചത് നിനക്കും എനിക്കും വേണ്ടിയാണ്.
നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തുവാൻ ക്രൂശിലെ മരണത്തിലൂടെ യേശു അടക്കപ്പെട്ടു. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കല്ലറയുടെ അടുത്താണ്. യേശുവിൻ്റെ കല്ലറയുടെ അടുത്താണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങളെ ശ്രദ്ധ ഇപ്പൊ എവിടെയാണ്? യേശുവിൻ്റെ കല്ലറയുടെ അടുത്താണ്. ഹല്ലേലൂയ. യേശു മരിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ. അപ്പോൾ യേശു ക്രൂശിൽ അങ്ങോട്ട് പോകുന്ന വലിയൊരു ക്രൂശീകരണമാണ് യേശുവിന് കൊടുത്തത്. യേശു ഇഷ്ടപ്പെടാത്തതാണ് യേശുവിന് കൊടുത്തത്. അപ്പോൾ സകലം സഹിച്ചു നമ്മുടെ പാപം കടിച്ചുമപ്പായതിനെ ദൈവം ഹിമമാക്കുവാൻ, വെളുപ്പിക്കാൻ വേണ്ടി അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. മറക്കരുത്, യേശുവിൻ്റെ രക്തമാണ് എന്നെ സ്നേഹിപ്പാൻ. ഇന്ന് ആ യേശുവിൻ്റെ രക്തം എൻ്റെ ശിരസിൻ്റെ മേൽ ഓടണം. യേശു എന്ന് കറിയുമ്പോൾ നീ ചാടി എഴുന്നേൽക്കണം. ഓ ദൈവം നിനക്ക് പരം മഹത്വം കൊടുക്കണം. ഇതുപോലെ ആരും മരിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോ നിന്നെ തട്ടി മാറ്റി ഇരിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് പറയും അതെടുത്ത് കഴിച്ചോ, നീ മരിച്ചോ എന്ന് പറയുന്ന പിശാചിനെ തിരിച്ചറിയണം. നിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ നിലനിർത്തേണ്ടത് അത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. എത്ര പ്രോബ്ലമുണ്ടെങ്കിലും, എന്തെല്ലാം പ്രശ്നം നിനക്ക് വന്നാലും ധൈര്യത്തോടെ നിൽക്കണം. എന്നുവെച്ചാൽ മാനുഷ്യമായൊരു സ്നേഹത്തെ കാട്ടിലും അപ്പുറമായൊരു സ്നേഹം നിന്റെ കൂടെ ഉള്ള കാര്യം മറക്കരുത്. എടുത്ത് ചാടി ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരു കാരണവശാൽ പോകരുത്. കാരണം നിനക്കൊരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് യേശുവിൻ്റെ കല്ലറയുടെ അടുത്താണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയാ? പാലസ്തീനിലെ യേശുവിൻ്റെ കല്ലറയുടെ അടുത്താണ്. എന്നാൽ ഈ യേശു മരിച്ചു അടക്കപ്പെട്ടു. ശരി തന്നെയാണ്, എൻ്റെ യേശു മരിച്ചു അടക്കപ്പെട്ടു. എല്ലാവരും ചോദിക്കും യേശു മരിച്ചു അടക്കപ്പെട്ടു. ശരി, ഓക്കെ, അതുവരെ കാര്യങ്ങൾ ശരിയാണ്, ഞങ്ങൾക്ക് വിശ്വസിക്കാം. ഈ ലോകം എല്ലാവരും പറയും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, യേശു മരിച്ചു അടക്കപ്പെട്ടു. പക്ഷെ ഒരു കാര്യം മാത്രം അവർക്ക് അറിയത്തില്ല, യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം മാത്രം അറിയത്തില്ല. അതുവരെ കല്ലറയുടെ അടുത്തുള്ള കാര്യം വരെ അറിയാവൂ. കല്ലറയുടെ പുറത്തുള്ള കാര്യം മാത്രമേ അറിയാവൂ. പക്ഷെ കല്ലറയ്ക്ക് അകത്തുള്ള കാര്യം, ദൈവമക്കളെ, നിങ്ങൾ പുറത്ത് കല്ലറയുടെ പുറത്ത് നിൽക്കുമ്പോൾ അകത്ത് ഉള്ള കാര്യം എന്തെങ്കിലും അറിയാമോ? ഇന്ന് ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെയൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അസ്ഥിയൊക്കെ കാണും അല്ലേ? ആ മരിച്ചുപോയ വ്യക്തിയുടെ അസ്ഥിയൊക്കെ കാണും, ജഡമൊക്കെ അഴുകി മണ്ണിനോട്ട് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ യേശുവിൻ്റെ ശരീരം ഒരു അസ്ഥി കഷ്ണമായിട്ട് ആ കല്ലറയ്ക്കകത്തില്ല. നിനക്ക് പുറത്തുള്ള കല്ലറയുടെ കാര്യം മാത്രമേ അറിയാവൂ. അകത്ത്, കല്ലറയ്ക്കകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം യേശു 2 ദിവസം കല്ലറയ്ക്കകത്ത് ചെന്നിരുന്നില്ല. ബൈബിൾ പഠിക്കുമ്പോൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് യേശു 2 ദിവസം ചെന്ന് പാതാളത്തിനകത്ത് ചെന്ന് പിശാചിനൊരു 8ന്റെ പണി കൊടുത്തിട്ട് വന്നു. എൻ്റെ യേശു ഒരു ദിവസം പോലും കല്ലറയ്ക്കകത്തിരുന്നില്ല. കല്ലറയ്ക്കകത്ത് വെച്ചപ്പോൾ തന്നെ 2 ദിവസവും പാതാളത്തിൽ ചെന്ന് സാത്താന് നല്ല 8ന്റെ പണി കൊടുത്തിട്ടാ വന്നത്. 3-ാം ദിവസം കല്ലറകളെ പൊട്ടിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. ഇന്ന് കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നത് പലരും വിശ്വസിക്കുന്നുണ്ടോ? 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കെയാഫിനും പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി. അങ്ങനെ ഞാൻ ഗ്രഹിക്കുന്നു, പൗലോസ് പറയുന്നു, തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. 500-ൽ പരം വ്യക്തികൾക്ക് യേശു പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റത്. ഇന്നും നമ്മുടെ പലരെയും വിശ്വാസം യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, കല്ലറയ്ക്കകത്തായി പോയി. പലരും അതിനെ വിചാരിച്ച് കരഞ്ഞുകൊണ്ടിടക്കുകയാണ്. അയ്യോ, എൻ്റെ യേശു കല്ലറയ്ക്കകത്താണ് ഇരിക്കുന്നത്. പക്ഷേ
ജീവനോടെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ഇന്ന് പലരും വിശ്വസിക്കുമ്പോൾ, അതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മ പറയുന്നുണ്ട്, നീ അതിൻ്റെ പിറകെ പോകണ്ട. ഇന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടർ പറയൂ, എൻ്റെ യേശു കല്ലറയ്ക്കകത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. എൻ്റെ യേശുവിനെ ഒരു കല്ലറയിൽ ഒതുക്കുവാൻ നോക്കി അല്ലേ അന്നത്തെ റോമൻ സാമ്രാജ്യം. ഇമ്പിച്ച് മുദ്രയൊക്കെ ഇട്ട് ശവത്തിനും പട്ടാളക്കാരെ കാവല്, അത്രയും ഭയമായിരുന്നു. എൻ്റെ യേശുവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ നോക്കിയ ഈ ലോകം നിന്നെ ഒതുക്കുവാൻ നോക്കുമ്പോ പറയണം, യേശുവിനെ ഒതുക്കിയ പിശാച് നിന്നെയും ഒതുക്കാൻ നോക്കും. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ യേശു ഒരു കാരണവശാലും ഒരു പരിധിക്ക് മാത്രമേ യേശുവിനെ കല്ലറയ്ക്കകത്ത് നിർത്താൻ പറ്റുള്ളൂ. വചനം പറയുമ്പോൾ കല്ലറയിൽ നിന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് നിർത്തിയെന്ന് പറയാം. ചില ദിവസങ്ങൾ 1, 2, 3 ദിവസം കഴിയുമ്പോൾ കല്ലറ ഭേദിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്നെ അടഞ്ഞിരിക്കുന്ന വഴികളെ 2025 അവസാനിക്കുന്ന മുമ്പ് ആത്മ പറയുന്നുണ്ട്, 2025 അവസാനിക്കുന്ന ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മുമ്പ്, അടിവര ഇടുന്ന മുമ്പ് ദൈവം നിന്നെ പുറത്തെടുക്കും. യെസ്, പിടിച്ചെട് പിടിച്ചെട് പിടിച്ചെട്. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരുമ്പോ ഇതിന്റെ ഒരു മർമ്മമുണ്ട്. ദൈവം പറയുന്നു, യേശുവിനെ കൊണ്ട് വെച്ചത് കല്ലറയ്ക്ക്. അതെന്തിനാ? വലിയ പാറ കഷ്ണം കൊണ്ട് അടച്ചു വെച്ചു. എന്തിനാ? യേശു ഒരിക്കലും പുറത്തു വരലെന്ന്. നീ ഒരിക്കലും പുറത്തു വരാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാലും സമയമാകുമ്പോ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3-ാം ദിവസമാകുമ്പോ, അപ്പന്റെ സമയം വരുമ്പോ, എത്ര ഇരുമ്പിട്ട് പൂട്ടിയാലും, ഇരുമ്പ് ചങ്ങലിട്ട് കെട്ടിയാലും, ഹല്ലേലൂയ. ഇവിടെ ഇത് പറയുമ്പോ പത്രോസിന്റെ മേലൊരു ചങ്ങല കെട്ടിയിരുന്നു. സാധാരണ ചങ്ങലയല്ല, ഇരുമ്പ് ചങ്ങലകള്. കെട്ടിയവർക്കൊരു തെറ്റിപ്പോയി. അവർ താക്കോലും വെച്ചും കൊണ്ട് പറയും, എന്റെ കയ്യിലാ താക്കോല്, നിന്റെ താക്കോല് എന്റെ കയ്യിലാ. പക്ഷെ സ്വർഗം പറയും, നിന്റെ ഇരിക്കുന്ന താക്കോല് ഡ്യൂപ്ലിക്കേറ്റാ, എന്റെ കയ്യിലാ ഒറിജിൻ. നിന്റെ അനുഗ്രഹത്തിന് എതിരായിട്ട് അവകാശം പറയുന്നതിന്, പലതിന് അവകാശം പറയുന്നതിന്, എന്റേതെന്ന് പറയുന്നതിന്, ശബനം ധീന രഗനം ധീന രഗനെ വൈഡം ധാനവ രാജവ ധീന രഗന എന്ന് പറയുന്നതിനെ തിരിക്കുന്ന 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 ദൈവം, ഇതിന്റെ ചുവടുകളെ തിരിക്കുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ ഇവിടെ ഇരുന്നാ മതി, നീ ഇവിടെ ഇരുന്നാ മതി. നിന്നെ ബന്ധിച്ച കെട്ടുകളെ പൊട്ടിക്കുവാൻ ദൂതൻ ഇറങ്ങുന്നുണ്ട് അവിടെ. ആത്മഭാരത്തോടെ പിടിച്ചത്. നീ ഉയർന്നു വരാൻ കഴിയാതെ നിന്നെ ആത്മീയ ഭൗതികത്തിന് ബന്ധിച്ച കെട്ടുകളെ 3-ാം ദിവസമാണ് കെട്ട് പൊട്ടണം. യേശുവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ നോക്കി. ഇന്ന് ചില വ്യക്തികളെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കാൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒതുക്കാൻ നോക്കും. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, അതിനകത്ത് ഒതുങ്ങി പോകരുത്, ഒതുങ്ങി പോകരുത്. എവിടെയെങ്കിലും നക്കാപ്പിച്ചൊക്കെ തന്നിട്ട് ഹല്ലേലൂയ ഒരു മൂലയെ കൊണ്ടിട്ട് ഒതുക്കാൻ നോക്കിയാൽ ഇത് മതിയെന്നും പറഞ്ഞ് ഒതുങ്ങി പോകരുത്. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുമല്ല, നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കടഭാരങ്ങളും
രോഗങ്ങളും ചില ബന്ധനങ്ങളൊക്കെ പൊട്ടി വരും എന്നുള്ള പ്രതീക്ഷ ഇന്നത്തെ പാർട്ടിക്കാർ കൊടുക്കുന്നത് പോലെ അല്ല. ഇലക്ഷന് നിൽക്കുന്ന പാർട്ടിക്കാർമാർ കൊടുക്കുന്നതല്ല. സ്വർഗം പറഞ്ഞു, ഞാൻ പുറത്തെടുക്കാം. ആമേ, ഹല്ലേലൂയ. ഇതിനകത്തു വെച്ചിട്ട്, കല്ലറയ്ക്ക് അകത്തു വെച്ചിട്ട് യേശുവിനെ ഒതുക്കി കളയാൻ നോക്കി. പ്രൈസ് ദി ലോർഡ്. പലരെ ഒതുക്കി കളഞ്ഞു. ഈ വർഷം ഒതുക്കി കളഞ്ഞു. ആന പറയുന്നു, നിന്റെ അടുത്തിരിക്കുന്നതിനൊക്കെ ഒതുക്കി കളഞ്ഞു. ശത്രു ഒതുക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതോടെ ഇനി പുറത്ത് വരത്തില്ല, അവരെ കാര്യം കഴിഞ്ഞു 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 കഴിഞ്ഞു. പുറത്ത് നിൽക്കുന്ന പലരും പറഞ്ഞു, ഓ യേശുവിൻ്റെ കാര്യം ഇതോടെ തീർന്നു. യേശു എന്നുള്ളത് വെറും പേര് മാത്രം, അത് പറയാൻ പോലെ മറന്നുപോയി. പക്ഷെ എല്ലാവരും പറയോ, ശിഷ്യന്മാരൊക്കെ ഓടിക്കളഞ്ഞു, കൂടെ നിന്നവരൊക്കെ ഓടിക്കളഞ്ഞു. പക്ഷേ ഇന്ന് നിന്റെ വിശ്വാസം ഓടിക്കളയരുത്. നിന്റെ വിശ്വാസം വെള്ളത്തിൽ ഒഴിക്കുന്ന പാല് പോലെ ആയി പോകരുത്. ആരൊക്കെ ഓടിയാലും ആരൊക്കെ വിട്ടുപോയാലും പറ, ആമേ, എന്റെ യേശുവിനെ വിട്ട് ഞാൻ പോകത്തില്ല. നീ മുറുകെ പിടിക്കണം. യേശുവിന്റെ കൈ നിന്റെ കയ്യിലോട്ട് വരത്തക്ക വണ്ണം നിന്റെ കൈ യേശുവിന്റെ കയ്യിലോട്ട് കൊടുക്കുമെങ്കിൽ നിന്റെ കൈക്ക് ശക്തിയില്ല, നിന്റെ കൈക്ക് ഇടർച്ചയുണ്ട്, തളർച്ചയുണ്ട്, ക്ഷീണമുണ്ട്, വിറയലുണ്ട്. പക്ഷേ നിന്റെ ബലഹീനതയെ താങ്ങുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിനക്ക് ഇറങ്ങി വരും. വിട്ടുപോകാത്ത ഒരു ദൈവം. അതുകൊണ്ട് ഒതുക്കിക്കളയുന്ന ദുരാത്മാവിന്റെ ശക്തികൾ ഇന്ന് വ്യാപരിക്കുന്നുണ്ട്. സഭ പുറത്തു വരാതിരിക്കുവാൻ, ജനം പുറത്തു വരാതിരിക്കുവാൻ, യേശുവിനെ ഒതുക്കാൻ നോക്കിയ അന്നത്തെ ശക്തികൾ ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ആത്മീയയിൽ പുറത്തു വരാൻ പാടില്ല. ആമേ, ലോകത്തിന്റെ സകലത കൊണ്ട് ബന്ധിച്ച് ഇന്ന് പലതും പറഞ്ഞ് മനുഷ്യനെ തകർക്കുന്ന ലോകത്തിന്റെ ജഡത്തിലോട്ട്, പാവത്തിലോട്ട് കൊണ്ടുപോകുമ്പോ, ലോക സുഖങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ, ലോകത്തിന്റെ പാവത്തിലോട്ട് കൊണ്ടുപോകുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നല്ല, ഇവിടെയല്ല ഒരു ജീവിതമുള്ളത്. നിനക്കൊരു സ്ഥിരതയുള്ളൊരു ജീവിതം സ്വർഗത്തിലുണ്ട്. അത് മറക്കരുത്. അപ്പോൾ സകലത്തിനെ ഭേദിച്ചു കല്ലറകളെ പൊട്ടിച്ച ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ബന്ധനം പൊട്ടിക്കത്തില്ലേ? കല്ലറ പൊട്ടിച്ചു. എനിക്ക് അത് പറയാനാ ഇഷ്ടം. കല്ലറകളെ പൊട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ബന്ധനം പൊട്ടിക്കണ്ടേ? എനിക്കൊന്ന് പുറത്തു വരണപ്പ. മനസ്സുകൊണ്ട് പറ, അതിൻ്റെ സമയമായിട്ടുണ്ടെന്ന്. പുറത്തു വരാനുള്ള സമയമായിട്ടുണ്ട്. നിന്നെ ചുറ്റുപാടിട്ട് ബന്ധിച്ചിരിക്കുന്ന, നിന്നകത്തും പുറത്തും തളച്ച് വെളിച്ചം കാണാൻ കഴിയാതെ, ആത്മമണ്ഡലം തെളിയാതെ ഈ ലോകത്തിന്റെ ജഡപ്രകാരം കെട്ടിയ കെട്ടുകളെ ഇന്ന് ഈ ആരാധനയിൽ ഈ ആശീർവാദം പറയുന്നുമ്പോൾ തകരും. അത് തകരും, നിശ്ചയമായിട്ട് തകരും. കാര്യം, കല്ലറകളെ പൊട്ടിച്ച ഒരു യേശു നിന്റെ കൂടെ ഉണ്ട്. യേശുവിന്റെ കല്ലറ പൊട്ടിച്ച യേശുവിന്റെ കല്ലറ പൊട്ടിച്ച ദൈവം. അങ്ങനെയാണെങ്കിൽ നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ബന്ധിച്ചു, പുറത്ത് വരാതിരിക്കുവാനാ ഒതുക്കിയത്. ഹല്ലേലൂയ. പക്ഷേ അത് എന്തെന്ന് ചോദിച്ചാൽ പറയും, യേശു പറയും, എനിക്ക് അല്പസമയം പാതാളത്തെ പണി ഉണ്ടായിരുന്നു, ഞാൻ അത് കഴിയുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി വരാൻ സാധ്യതയുണ്ട്. നിന്നെ ഒതുക്കാൻ നോക്കിയവിടത്തു നിന്നും ഒരു വലിയൊരു ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടി ഒരു സ്വർഗാരോപണമുണ്ട്. ഒരു ഉയർച്ചയ്ക്ക് മുമ്പേ ഒരു താഴ്ച വരും. ഒരിക്കലും നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഉയർച്ചയ്ക്ക് മുമ്പേ നമുക്കൊരു താഴ്ച നിശ്ചയമായിട്ടുണ്ടാവും. നമ്മൾ എവിടെയൊക്കെ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടെത്തിക്കുക. കാര്യം, ഈ അനുഭവത്തിലൂടെയാണ് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിന്നെ എവിടേക്ക് പൂട്ടാൻ പറ്റുമോ അവിടെയൊക്കെ കയറ്റി പൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നല്ല, ചിലവർക്ക് പലയിടത്തും അടഞ്ഞുപോയി, വാതിൽ അടഞ്ഞുപോയി, ഉപജീവന മേഖല അടഞ്ഞുപോയി. പാസ്റ്ററേ, ഇന്ന് ഉപജീവന മേഖലയിൽ അടഞ്ഞുപോയി, ദൈവത്തെ അടഞ്ഞുപോയി. പക്ഷേ അടഞ്ഞതല്ല, അത് അടച്ചതാണ്. ഇന്ന് നിങ്ങളുടെ ഉപജീവന മേഖല അടഞ്ഞതല്ല,
അടച്ചതാ. അതവരെ ഒരു വാതിൽ അടയ്ക്കുമ്പോ നിനക്ക് വേണ്ടി 9 വാതിൽ തുറക്കുമെന്ന് പറയണോ? നിനക്ക് ഒരു ഡോറുകൾ തുറക്കുമ്പോ 9 ഡോറുകൾ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ധൈര്യമായിട്ട് പറയണം. കല്ലറകളെ പൊട്ടിച്ചൊരു യേശു, കല്ലറകളെ ഭേദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രശ്നം കല്ലറയുടെ വിഷയമാണോ? അത്രത്തോളം വലിയ വിഷയമുള്ള ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചവരാരും കൊണ്ടോ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അടിച്ച് യേശുവിനെ ഒന്ന് ക്രൂശിൽ വെച്ച് മരിച്ചു, എടുത്തു നേരെ കല്ലറയ്ക്കകത്തുകൊണ്ട് വെച്ചു, അടച്ചു വെച്ചു. ആമേ പുറത്തു വരാതിരിക്കുവാൻ, പുറത്തു വരാതിരിക്കാനാണ് പലതിനെ അടച്ചു വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലതിനെ അടച്ചു പോയതിനെ നിങ്ങൾ അറിയാതെ നിങ്ങൾ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദൈവം പറയും, എൻ്റെ ഒരു ദൈവ പ്രവൃത്തി വരുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ടൈമിലോട്ട് നീ പ്രതീക്ഷയോടെ ഇരിക്കുമെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ദൈവ പ്രവൃത്തി നിന്റെ തലയിൽ വന്ന് വീഴും. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ചു ഈ ഭൂമിയിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നത് ആരെന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ടൊന്ന് കയറ്റണം. എന്തെങ്കിലും വേദനയും ടെൻഷനും പ്രയാസവും ഒക്കെ വരുമ്പോൾ വല്ല എലിവിഷമോ കോഴിവിഷമോ ഒന്നും എടുത്ത് തിന്നാതെ, മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും എടുത്ത് തിന്നരുത്. എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റത് എനിക്കാണെന്നൊരു ഓർമ്മ വേണം. കാരണം യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഇന്ന് നമുക്കിത് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റത്തില്ല, യേശു ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരിക്കലും യേശു ജീവിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ പ്രാർത്ഥന ആരാധന കല്ലറയുടെ ഫ്രണ്ടിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആരാധന ഞായറാഴ്ചത്തെ ആരാധനയൊക്കെ എവിടെ ആയിരിക്കും? യേശുവിനെ കല്ലറ കെട്ടിയിട്ട് കല്ലറയുടെ ഫ്രണ്ടിലേക്ക് ആരാധിക്കണത്. കാര്യം എന്താണ്? യേശു കല്ലറയ്ക്ക് അകത്തായിരിക്കണത്. അതുകൊണ്ട് കല്ലറയുടെ പുറത്തിരുന്നുണ്ടായിരുന്ന ആരാധനയും പ്രാർത്ഥനയും. എന്താ നമ്മൾ കല്ലറയുടെ അകത്തും പുറത്ത് പോകാത്തത്? അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. യേശു അവിടെ ഇല്ലെന്നേ. നമ്മൾ കല്ലറയുടെ പുറത്ത് പോകേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ മധ്യം നിൽക്കുന്ന ഒരു യേശുവിനെ നീ കാണണം. കല്ലറയ്ക്കകത്തിരിക്കുന്ന യേശുവിനല്ല കാണേണ്ടത്. അതാ പറയുന്നത്, എന്നാൽ ക്രിസ്തു നിങ്ങളിൽ, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ചവരിൽ വെച്ച് എത്രയോ മരിച്ചുപോയി, പക്ഷെ പലരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവർ ദൈവങ്ങളല്ല. ആദ്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് എത്രയോ ഉന്നതന്മാരും പ്രധാനികളും രാജാക്കന്മാരും പലരും മരിച്ചുപോയി, പക്ഷെ അവരൊന്നും ഉയർത്തെഴുന്നേൽക്കാൻ കാര്യം അവർ ദൈവങ്ങളല്ല. ഹല്ലേലൂയ. ആദ്യം മനസ്സിലാക്കണം. അന്ന് പലരും ഉയർത്തെഴുന്നേറ്റ് പറയുമ്പോൾ ഹല്ലേലൂയ പലർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ യേശു മാത്രമേ ഉയർത്തെഴുന്നേറ്റുള്ളൂ. കാരണം അവൻ ദൈവമാണ്. അവന്റെ അപ്പനായതുകൊണ്ട്, പറ, എന്റെ അപ്പനായതുകൊണ്ട് അവ എല്ലാത്തിനുമേൽ ദൈവത്തിന്റെ ദൈവമാണ്. സർവശക്തനാണ്. ദൈവത്തിന് ദൈവമാണ്. അപ്പുറം ഒരു ദൈവമില്ല. ഈ ദൈവത്തിനെ കവിഞ്ഞൊരു ദൈവം ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് കയറണം. യേശുവിനെ കവിഞ്ഞൊരു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. നീ യഥാർത്ഥമായ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, യേശുവിനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, രുചിച്ചറിഞ്ഞിട്ടില്ല, യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും, ഇന്ന് 100 കണക്കിന് 10,000 വിളിച്ചു പറയൂ, എൻ്റെ യേശു ജീവിക്കുന്നു.